ഇന്ന് നമ്മൾ വിശാരദ ഉത്തരാർദ്ധിലെ നവീൻ പദ്യ ചൈനികയിലുള്ള രണ്ടാമത്തെ പാഠം പദ്യമാണത്. സ്വദേശ് പ്രേം എന്നുള്ളതിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. സ്വദേശ് പ്രേം എന്നുള്ള ആ കവിതയുടെ സാരാംശം എന്താണെന്ന് നോക്കാം. എഴുതിയിരിക്കുന്നത് പണ്ഡിറ്റ് രാം നരേഷ് ത്രിപാഠിയാണ്. അദ്ദേഹത്തിൻ്റെ जीवनी। समाज सुधार तथा देश प्रेम की भावनाओं से भरे पंडित राम नरेश त्रिपाठी हिंदी, अंग्रेजी और बंगला के विद्वान थे. സാമൂഹിക സേവനവും ദേശഭാവനയോടൊപ്പം നിറഞ്ഞിരിക്കുന്ന അദ്ദേഹം കൂടാതെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ബംഗാളി ഭാഷയിലും വളരെ വലിയ വിദ്വാനായിരുന്നു. സാഹിത്യക് പരിചയ. पंडित राम नरेश त्रिपाठी नाटक, उपन्यास, आलोचना, संस्मरण आदि विधाओं में विशिष्ट रचनाएं प्रदान कर उन्होंने हिंदी साहित्य को समृद्ध बनाया. पंडित राम नरेश त्रिपाठी നാടകം, നോവലുകൾ, ആലോചനകൾ, ഓർമ്മക്കുറിപ്പുകൾ മുതലുള്ള എല്ലാ രീതികളിലുള്ള രചനകളും അദ്ദേഹം ഹിന്ദി സാഹിത്യത്തിൽ സമൃദ്ധമാക്കുകയാണ് ചെയ്തത്. ബാൽ സാഹിത്യകാർ और आलोचक के रूप में भी पंडित राम नरेश त्रिपाठी जी सफल रहे. ബാലസാഹിത്യങ്ങളും ആലോചന രൂപത്തിലുള്ളതും എഴുതിക്കൊണ്ട് അദ്ദേഹം വളരെയധികം വിജയിക്കുവാനായി അദ്ദേഹത്തിന് കഴിഞ്ഞു. രചനയും സ്വപ്ന മിലൻ, പൈസ, പരമേശ്വർ ഇതെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ. സ്വദേശ് പ്രേം എന്നുള്ളതിൻ്റെ സാരാംശമാണ്. भारतीय युवा पीढ़ी के मन में स्वदेश की देशभक्ति की भावना जगाने के लिए अपने पूर्वजों की महानता का वर्णन करते हुए वे युवकों को प्रेरणा देते हुए इस प्रकार लिखते हैं. ഭാരതീയ യുവ തലമുറയുടെ മനസ്സിൽ ദേശഭക്തിയുടെ ഭാവന ഉണർത്തുന്നതിന് വേണ്ടിയും പൂർവികരുടെ മഹാനതയെക്കുറിച്ച് വർണ്ണിക്കുന്നതിന് വേണ്ടിയും യുവാക്കന്മാരിൽ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഈ കവിത എഴുതിയിരിക്കുന്നത്. पूर्वजों की महानता, पूर्विकरुडे महानता. हमारे पूर्वजों की महानता की साक्षी है सूर्य, चंद्र तथा तारे. നമ്മളുടെ പൂർവികരുടെ മഹാനതയ്ക്കുള്ള സാക്ഷികളാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും. ഉൻകി വീരത കാ ഗുണഗാൻ ആകാശ് അനേക് ബാർ സുൻ ചുക്കാ ഹേ. അവരുടെ ആ വീരതയെക്കുറിച്ചിട്ടുള്ള ആ നല്ല നല്ല ഗാനങ്ങൾ ആകാശത്തിൽ പല പ്രാവശ്യം കേൾക്കാനായി കഴിഞ്ഞിട്ടുണ്ട്. തും ഉൻ മഹാൻ പൂർവജോं के वंशज हो जिन्होंने दुनिया में श्रेष्ठता का प्रमाण देकर मुकुट के समान उच्च स्थान प्राप्त किया था. നിങ്ങൾ ആ മഹാനായ പൂർവികരുടെ വംശത്തിൽ പിറന്നതാണ്. ലോകത്തിലെ ശ്രേഷ്ഠമായ ആ തെളിവ് കൊണ്ട് ഒരു കിരീടം പോലെ തന്നെ ഉയർന്ന സ്ഥാനം പ്രാപ്തമാക്കിയിരിക്കുന്നു. देश के मस्तक आज भी उनके स्वदेश प्रेम, त्याग, बलिदान आदि के कारण सर्वोच्च मुकुट से सुशोभित है. ദേശത്തിൻ്റെ ആ മസ്തകം എന്ന് പറയുന്നത് ഇന്നും തന്നെ അവരുടെ സ്വദേശ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ബലിദാനത്തിൻ്റെയും കാരണം ഉയർന്ന ഒരു കൊടുമുടിയിൽ തന്നെയാണ് കിരീടമായി ഇന്നും എന്ത് ചെയ്യുന്നു, ശോഭിച്ചു കൊണ്ട് നിൽക്കുന്നു. ഉൻ മഹാനും കെ ജയഗീത് ആജ് ബി ദേശ് ഭർ ഗൂഞ്ച് രഹാ ഹെ. ആ മഹാന്മാരുടെ കുറിച്ചുള്ള ജയാരവങ്ങൾ ഇന്നും ദേശം മുഴുവൻ മുഴങ്ങി കേൾക്കാനായി കഴിയുന്നു. ഹിമാലയ ഹമാരെ മുകുട് സാഹെ. ഹിമാലയം നമ്മളുടെ കിരീടം പോലെയാണ്. ഇസ് പർ അനേക് വിമാൻ ദൽ ഉദരേഹെ. അതിൽ വളരെയധികം വിമാനത്തിൻ്റെ കൂട്ടങ്ങൾ തന്നെ പറന്നു പോകുന്നു. സാഗർ കി ലഹരെ മുൻകി കീർത്തി കാ ഗായൻ കർ രഹി ഹെ. സാഗരത്തിൻ്റെ ആ തിരമാലകൾ അവരെക്കുറിച്ചുള്ള കീർത്തിയുടെ പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുന്നു. നദിയും ബി ഉൻകി യശ് കി ധാര ബഹാ രഹി ഹെ. നദികളും അവരുടെ കീർത്തിയുടെ ആ ധാരയെ അവിടെ ഒഴുക്കുന്നു. യുവകോം കാ ഭുലാവ. ഭാരതീയ की महानता का वर्णन करते हुए कवि युवकों को बुलाते हैं. ഭാരതീയ മഹാനതയെക്കുറിച്ച് വർണ്ണിക്കുകയും കവി ആ യുവാക്കന്മാരെ വിളിക്കുകയും ചെയ്യുന്നു. ഇനിയും പൂർവജം കാ വംശജ് ഹോ. ആ പൂർവികരുടെ വംശത്തിൽ പിറന്നതാണ് നിങ്ങൾ. ഉൻകി മഹിമ കി സാക്ഷി പ്രകൃതി ഹേ. അവരുടെ മഹിമയുടെ സാക്ഷി എന്ന് പറയുന്നത് പ്രകൃതിയാണ്. ദേശ് കെ ലിയെ ജീനെ വാലെ അപ്നാ സബ് കുച്ച് ത്യാഗ് ദേത്തെ ഹേ. ദേശത്തിന് വേണ്ടി ജീവിക്കുന്നവർ എല്ലാം ത്യാഗം ചെയ്യുന്നു. ഭൂമധ്യ രേഖ കെ പാസ് ജോ ലോഗ് ജീത്തെ ഹെ വേ ഗർമി കെ കാരണം ഹാഫ് ഹാഫ് കർ രഹി ഹെ. ഭൂമധ്യരേഖയുടെ അടുത്ത് ഏതൊരു ജനങ്ങളാണോ വസിക്കുന്നത് അവർ വളരെ വലിയ ചൂട് കാരണം കിതയ്ക്കുന്നു. ലേക്കിൻ ദേശ് കെ ലിയെ ഉൻകാ ജീവൻ അലൗകിക ആനന്ദ സെ ഭരാ ഹെ. ദേശത്തിന് അവരുടെ ജീവിതം അലൗകികമായ ആനന്ദമാണ് പകർന്നു കൊടുക്കുന്നത്. സച്ചാ സുഖത്യാഗ്. വീരോം കി ബലിദാൻ കെ കാരണം ആജ് തും സുഖി ഹോ. വീരന്മാരുടെ ആ ബലിദാനം കാരണം ഇന്ന് നിങ്ങളെല്ലാവരും സുഖവാന്മാരായി ഇരിക്കുന്നു. ആത്മഗൗരവക്കോ തും പ്രഥം സ്ഥാൻ ദോ. ആത്മാഭിമാനത്തിന് ആദ്യം സ്ഥാനം കൊടുക്കൂ. അപ്നെ മുഹ് സേ ദീൻ ശബ്ദ മത് ബോലോ. വായിൽ നിന്നും ചീത്തയായ വാക്കുകൾ വരരുത്.
സദാ ശത്രുജയ് ബനാക്കർ ജിയോ എന്നും ശത്രുക്കളെ ജയിച്ചുകൊണ്ട് ജീവിക്കൂ. ദേശ് കി ബലായി കെ ലിയെ അപ്നി ഇസ് മാതൃഭൂമി കെ ലിയെ തും ജാൻ ദേനെ കെ ലിയെ തയ്യാർ ഹോ ജാവോ. ദേശത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും ഈ മാതൃഭൂമിക്ക് വേണ്ടിയും നിങ്ങൾ നിങ്ങളുടെ ജീവൻ കൊടുക്കാൻ പോലും തയ്യാറാകൂ. മൃത്യു ഏക് വിശ്രം സ്ഥൽ ഹേ. മരണം എന്നുള്ളതൊരു വിശ്രമ സ്ഥലമാണ്. മർനെ ബാദ് നയാ ജീവൻ ധാരൻ കർ ലേത്താ ഹേ. മരിച്ചതിന് ശേഷം ആ ജീവൻ പുതിയൊരു ജീവൻ ഉടലെടുക്കുന്നു. മൃത്യുരൂപി നദീമേ ജീവ് നഹാക്കർ ഫിർ നവീൻ രൂപ് അപ്നാത്താ ഹേ. മരണമാകുന്ന ആ നദിയിൽ ജീവൻ കുളിച്ചുകൊണ്ട് പുതിയൊരു രൂപം സ്വീകരിക്കുന്നു. ശരീർ രൂപി വസ്ത്ര ത്യാഗർ വ നയാ വസ്ത്ര ധാരൻ കർ ലേത്താ ഹേ. ശരീരമാകുന്ന ഈ വസ്ത്രം ത്യജിച്ചുകൊണ്ട് പുതിയൊരു വസ്ത്രം ധരിക്കുന്നു. ഇസ്ലിയെ തും മൃത്യു കാ നിർഭയ് സ്വാഗത് കരോ. അതിനാൽ മരണത്തെ പേടിയില്ലാതെ നിങ്ങൾ സ്വീകരിക്കൂ. ത്യാഗക്കെ ബിനാ സച്ചാ പ്രേം വ സുഖ നഹി മിൽ സക്ത. ത്യാഗം കൂടാതെ ഒരിക്കലും സത്യസന്ധമായ പ്രേമമോ സുഖമോ ലഭിക്കുകയില്ല. മനുഷ്യതാക്കോ വികസിത് കർ മനുഷ്യക്കെ ജീവൻ മേ സഫലത വരൂ. മനുഷ്യതയുടെ വികാസത്തിന് വേണ്ടി മനുഷ്യന്മാരുടെ ജീവിതത്തിൽ നിന്നും വിജയം നിറയ്ക്കാനായി പ്രവർത്തിക്കും. विशेषता वीरों के त्याग और देश की महिमा का वर्णन करते हुए इस कविता के द्वारा आज की युवा पीढ़ी के मन में देश के प्रति भक्ति और श्रद्धा उत्पन्न करने का സ്തുത്യ പ്രയാസ് പണ്ഡിറ്റ് രാംനനേസ് ത്രിപാഠി സെ കിയാ ഗയാ ഹെ. വീരന്മാരുടെ ആ ത്യാഗത്തിൻ്റെയും ദേശത്തിൻ്റെ മഹിമയുടെയും ആ വർണ്ണനത്തിൽ ഈ കവിത വഴി ഇന്നത്തെ തലമുറയുടെ മനസ്സിൽ ദേശത്തെപ്പറ്റി ഭക്തിയുടെയും ശ്രദ്ധയും ഉത്പന്നമാക്കുന്നതിനുള്ള ഒരു പ്രവൃത്തിയാണ് രാംനരേസ് ത്രിപാഠി ഇതിലൂടെ ചെയ്യുന്നത്. ഹർ ശബ്ദമേ ദേശഭക്തി കൂട്ട് കൂട്ട് കർ ബരി പടി ഹേ. ഓരോ വാക്കുകളിലും ദേശഭക്തി നിറഞ്ഞിരിക്കുന്നതായി കാണാനായി കഴിയുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.